Welcome to the Sapphire Future Academy Board Booster Series. We are continuing the topic continuity and differentiability. Last video we discussed about derivatives with the application of logarithms. Logarithm use ചെയ്തിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യാന്നുള്ള ഫോമാണ് നമ്മൾ പഠിച്ചത്. ലോഗരിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില കോംപ്ലിക്കേറ്റഡ് ഫങ്ഷൻസ് വളരെ സിമ്പിൾ ഫങ്ഷനായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഡെറിവേറ്റീവ് കാണാനായിട്ട് ചെയിൻ റൂൾ ഓർ അപ്ലിക്കേഷൻസ് ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡെറിവേറ്റീവ് കാണാനായിട്ട് പറ്റും. നൗ വി ആർ കണ്ടിന്യൂയിങ് ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ലോഗരിതമിക് ഡെറിവേറ്റീവ്സ്. ഫൈൻഡ് dy by dx of the function x raised to y plus y raised to x equal to 1. This is the question. There are two variables x and y. X raised to y plus y raised to x equal to 1. So here also there are two terms. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ടേംസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ സം റൂൾ ഉപയോഗിക്കായിരിക്കും എളുപ്പം. യു കൻ ചൂസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആസ് u, സെക്കൻഡ് ഫംഗ്ഷൻ ആസ് v ഈക്വൽ ടു 1. u പ്ലസ് v ഈക്വൽ ടു 1 എന്ന ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. u is the first function, v is the second function. Differentiating with respect to x on both sides. Differentiating with respect to x on both sides, we get du by dx plus dv by dx equal to right side 1 constant ആണ് 0. Mark it as equation number 1. അപ്പോൾ du by dx plus dv by dx equal to 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ u എടുത്തെഴുതുന്നു. യുവിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണാം, du by dx കിട്ടും. v എടുത്തെഴുതുന്ന സെക്കൻഡ് ഫംഗ്ഷൻ dv by dx കിട്ടും. അത് 2 3 എന്നും കൊടുത്തിട്ട് അവസാനം substituting these two equations 2 and 3 in equation number 1 we get the final answer. അപ്പോൾ u എടുത്തെഴുതാം നമുക്ക്. u equal to x raised to y. ഇവിടെ എക്സും വേരിയബിൾ ആണ്, വൈയും വേരിയബിൾ ആണ്. പവറിലും ബേസിലും വേരിയബിൾ വന്നതുകൊണ്ട് വി ഹാവ് ടു അപ്ലൈ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ലോഗരിതം ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കാണാനായിരിക്കും നല്ലത്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പൊ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് യു ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു വൈ. ഇത് ലോഗ് എക്സ് റേസ് ടു എൻ ഫോം ആണ്, എൻ ലോഗ് എക്സ്. അപ്പോൾ ലോഗ് യു ഈക്വൽ ടു n into n is y into log x. Differentiating with respect to x on both sides. Differentiating with respect to x on both sides. രണ്ട് സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലോഗ് യു ഡെറിവേറ്റീവ് 1 by u into du by dx equal to y into log x ന്റെ ഡെറിവേറ്റീവ് 1 by x ആണ് പ്ലസ് log x into y-യുടെ ഡെറിവേറ്റീവ് dy by dx ആണ്. സോ 1 by u into dy by dx equal to y into 1 by x plus log x into dy by dx. dy by dx ഉള്ള ടേംസ് നമുക്ക് du by dx ആയിരുന്നു കണ്ടുപിടിക്കുക. therefore du by dx equal to u into y by x plus log x into dy by dx. so du by dx equal to യുവിൻ്റെ വാല്യൂ നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് നമുക്ക് ഡി യു ബൈ ഡി എക്സ് കിട്ടുന്നത്. ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഡി യു ബൈ ഡി എക്സ് ഇവിടെ എക്സ് റേസ് ടു വൈ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ വൈ ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1 എഴുതാൻ പറ്റും. പ്ലസ് എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. വി ഹാവ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് v equal to y raised to x. Here also there are two variables, y ബേസിൽ വരുന്നുണ്ട്, x പവറിലാണ്. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. log v equal to log y raised to x. That is log v equal to x into log y. Differentiating with respect to x on both sides, we get log v derivative 1 by v into
dy by dx, log v ഡെറിവേറ്റീവ്, റൈറ്റ് സൈഡ് x into log y, പ്രൊഡക്റ്റ് റൂൾ, x into log y യുടെ ഡെറിവേറ്റീവ് വരിക 1 by y into dy by dx, y ആയതുകൊണ്ട് പ്ലസ് log y into x in ഡെറിവേറ്റീവ് 1. So dv by dx equal to v into x by y dy by dx plus log y. നമ്മൾ ഡി വി ബൈ ഡി എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിയുടെ വാല്യൂ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അവസാനം നമ്മൾ 2ഉം 3 നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഡി യു ബൈ ഡി എക്സും കിട്ടിയിട്ടുണ്ട്. ഈ 2 into 3യുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ് ചെയ്യുന്നത്. So final answer will be du by dx നമുക്ക് ആദ്യത്തെ കിട്ടിയിട്ടുണ്ട് y into x raised to y minus 1 plus x raised to y into log x into dy by dx plus ഇതാണ് dy by dx. നമുക്ക് ആദ്യം കിട്ടിയത് du by dx ഉള്ള ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ നമുക്ക് ഈ ക്വസ്റ്റൻ പറ്റി ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡി വി ബൈ ഡി എക്സ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ദിസ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ ഈക്വൽ ടു 0. റൈറ്റ് സൈഡ് 0 ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ഡി ഡി എക്സ് ആണ്. ഡി ഡി എക്സ് ഉള്ള 2 ടൈമും സെക്കൻഡും 3rd ടൈമും ഡി ഡി എക്സ് ഉണ്ട്. ഡി ഡി എക്സ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഡി ഡി എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1. ഇതിന് രണ്ടിനും ഡി ഡി എക്സ് കോമൺ എടുക്കുകയാണ് ചെയ്തത്. ഈക്വൽ ടു ബാക്കിയുള്ള ടൈം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. y minus y into x raised to y minus 1 minus y raised to x into log y. So final answer is dy by dx equal to minus of y into x raised to y minus 1 plus y raised to x into log y whole divided by x raised to y log x plus x into y raised to x minus 1. This is the final answer. In this question, നമുക്ക് 2 ടേം ഉണ്ട്. x raised to y, y raised to x. 2 ടേമിനും വാരിയബിൾ പവറിലും ബേസിലും വാരിയബിൾ വന്നതുകൊണ്ട് നമ്മൾ യു എന്ന് എടുത്തു ആദ്യത്തെ ഫംഗ്ഷനെ, രണ്ടാമത്തെ ഫംഗ്ഷൻ വി എന്ന് എടുത്തു. ഓരോന്നിനും നമ്മൾ ലോഗരിതം ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടു. ഡി യു ബൈ ഡി എക്സും ഡി യു ബൈ ഡി എക്സും കണ്ടുപിടിച്ചിട്ട് അവസാനം ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാക്സിമം സിംപ്ലിഫൈ ചെയ്തു. നമ്മൾ ഡി യു ബൈ ഡി എക്സ് ആ ഇക്വേഷനിൽ നിന്ന് കിട്ടി. ദിസ് ഈസ് ദ final answer. Now we are moving to next problem. Second question is find dy by dx of the function y raised to x equal to x raised to y. Here both are the variables. Powerlum variables and base variables and y raised to x equal to x raised to y. So നമുക്ക് ഡെറിവേറ്റീവ് നേരിട്ട് കാണാൻ പറ്റില്ല. ലോഗരിതം അപ്ലൈ ചെയ്യാണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. 2 സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. അപ്ലൈങ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് 2 സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് വൈ റേസ് ടു എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു വൈ. ഇനി ലെഫ്റ്റ് സൈഡിൽ ലോഗ് എക്സ് റേസ് ടു എൻ ഫോം ആണ്. നമുക്ക് ലോഗരിതത്തിന്റെ നിയമങ്ങളാണ്. ലോഗ് എക്സ് റേസ് ടു എൻ ഈക്വൽ എൻ ടൈംസ് ലോഗ് എക്സ്, എൻ ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പോൾ ലോഗ് വൈ റേസ് ടു എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് x log y equal to റൈറ്റ് സൈഡിൽ എന്നിൻ്റെ പ്ലേസിൽ y ആണ്, y ഇൻറ്റു ലോഗ് എക്സ് എന്നായിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ്. 2 സൈഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ പ്രൊഡക്റ്റ് റൂളാണ്. യു വി ഫോം ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1 by y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx പ്ലസ് ലോഗ് y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ലെഫ്റ്റ് സൈഡിൽ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തു. യു ഇൻറ്റു വി ഫോം.
x into log y 1 by y, y derivative മറക്കരുത്, dv dx എഴുതണം, plus log y into x derivative 1. റൈറ്റ് സൈഡിൽ again uv ഫോം ആണ്, y into log s ഡെറിവേറ്റീവ് 1 by x ആണ്, plus log x into y ഡെറിവേറ്റീവ് dy by dx ആണ്. ഇനി dv dx ടേംസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഫോക്കസ് ചെയ്യാണ്, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എല്ലാം ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ we will get dy by dx you can take outside, dv dx into x by y എന്നായിട്ടുണ്ട്. ഈ ടേം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നെഗറ്റീവായി മൈനസ് log x ആയി, ഈക്വൽ ടു റൈറ്റ് സൈഡ് ഈസ് y by x ഇവിടെ ഓൾറെഡി ഉണ്ട്, log y നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്തു, മൈനസ് log y ആയിട്ടുണ്ട്. സോ dy by dx into, we can take the LCM here, y is LCM, x minus y log x എന്നായിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ y minus x log y whole divided by x. So final answer will be dy by dx equal to y into y minus x log y whole divided by x into x minus y log x. This is the answer to this question. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും y raised to x ഉം x raised to y ആണ് ഇവിടുത്തെ ഫംഗ്ഷൻസ്. ഡയറക്റ്റ് ഡിഫറൻഷിയേഷൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ലോഗ് ഉപയോഗിച്ചു, ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, ലോഗ് y raised to x equal to log x raised to y, പവർ റൂൾ ഉപയോഗിച്ചു, x log y equal to y log x, ലെഫ്റ്റ് സൈഡിൽ പ്രൊഡക്റ്റ് റൂൾ, റൈറ്റ് സൈഡിൽ പ്രൊഡക്റ്റ് റൂൾ, dv dx ടേംസ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ ഫോക്കസ് ചെയ്തു, റൈറ്റ് സൈഡിൽ ബാക്കിയുള്ള ടേംസ് dv dx കോമൺ എടുത്തു, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് ലോഗരിതമിക് ഡെറിവേറ്റീവ്സിന്റെ വേറൊരു ഫോമാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലോഗ് ഉപയോഗിച്ചിട്ട് സെയിം ടൈം നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. Now we are moving to next problem. Find dy by dx of the function cos x all raised to y equal to cos y all raised to x. We are writing the given function is cos x all raised to y equal to cos y all raised to x. This is the given function. Taking logarithm on both sides. രണ്ട് സൈഡിലും നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. Applying logarithm on both sides we get. രണ്ട് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, log cos x whole raised to y equal to log cos y all raised to x. ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, log x raised to n ഫോം ആണ്, log x raised to n ഫോർമുല n into log x, n into log x ആണ്. അപ്പോൾ we are applying log cos x raised to y becomes y into log cos x equal to, റൈറ്റ് സൈഡിലും log x raised to n ഫോം തന്നെയാണ്. അപ്പോൾ cos y raised to x എന്ന് പറയുമ്പോൾ x into log cos y. Differentiating with respect to x on both sides. Differentiating with respect to x on both sides we get. Differentiation ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, y into ഫസ്റ്റ് ഫംഗ്ഷൻ uv ഫോം ആണ്, u into dv by dx. log cos x ഡെറിവേറ്റീവ് 1 by cos x വരും, cos x ഡെറിവേറ്റീവ് minus sin x, പ്ലസ് log cos x into y ഡെറിവേറ്റീവ് വരാം dy by dx. This is LHS. y into 1 by cos x into cos x derivative minus sin x plus log cos x into y derivative dy by dx. Right side product rule, x into log cos y, അപ്പോൾ x into log cos derivative chain rule ഉപയോഗിക്കുന്നു, 1 by cos y log x ഫോം ആണ്, into cos y ഡെറിവേറ്റീവ് മൈനസ് sin y വരും, into y ഡെറിവേറ്റീവ് dy by dx. അപ്പോൾ log cos y ഡെറിവേറ്റീവ് എഴുതിയിട്ടുണ്ട്, 1 by cos y ലോഗിന്റെ cos y യുടെ മൈനസ് sin y, y യുടെ dy by dx പ്ലസ് log cos y into x ന്റെ ഡെറിവേറ്റീവ് 1. ഇനി നമ്മൾ we have to find out dy by dx ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാൻ dy by dx ആയതുകൊണ്ട് dy by dx ന്റെ ടേംസ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, log cos x ഗ്രൂപ്പ് ചെയ്യുന്നു, log cos x. ഇവിടെ ഈ ടേം ഫസ്റ്റ് ടേമിലാണ്, റൈറ്റ് സൈഡ് ഫസ്റ്റ് ടേമിലാണ് dy by dx ഉള്ളത്, അത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്ന പ്ലസ് ആയിട്ടുണ്ട്, പ്ലസ് എക്സ് ഇൻറ്റു സൈൻ വൈ ബൈ കോസ് വൈ ടാൻ വൈ ആണ്. dy by dx ഔട്ട് സൈഡ് എടുത്ത് നമ്മൾ ഈക്വൽ ടു റൈറ്റ് സൈഡ്, ഇവിടെ ഓൾറെഡി log cos y
ഇവിടെ ഉണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. ഇവിടെ ഈ ടൈം ഫസ്റ്റ് ടൈം ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടൈം അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഈ മൈനസ് പ്ലസ് ആയി മാറി, പ്ലസ് y ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്. അപ്പോൾ y ടാൻ എക്സ്. സോ ലാസ്റ്റ് ആൻസർ വിൽ ബി dy by dx equal to log cos y plus y into tan x whole divided by log cos x plus x into tan y is the final answer. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും രണ്ട് സൈഡിലും വാരിയബിൾസ് ഉണ്ട്, പവറിലും ബേസിലും വാരിയബിൾ വന്നതുകൊണ്ട് രണ്ട് സൈഡിൽ സെയിം ടൈം നമ്മൾ ലോഗരിതം എടുത്തു. ലോഗിൻ്റെ ലോസ് ഉപയോഗിച്ച് ലോഗ് എക്സ് റേസ്റ്റ് എൻ ഫോമാണ്, നമ്മൾ ലോഗ് എക്സ് ഫോം ഉപയോഗിച്ചു. പിന്നെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡി എഫ് ഡി എക്സ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ ഗ്രൂപ്പ് ചെയ്തു, റൈറ്റ് സൈഡിൽ ബാക്കി ടൈം അതിൽ നമുക്ക് ഡി എഫ് ഡി എക്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. Now we are moving to next problem. Find d of dx of the function x into y equal to e raised to x minus y. ഇവിടുത്തെ പ്രത്യേകത റൈറ്റ് സൈഡിൽ ഇ റേസ് ടു എക്സ് മൈനസ് വൈ ആണ് വന്നത്. അപ്പോൾ നമുക്ക് ലോഗരിതത്തിന്റെ ഡെഫിനിഷൻ പ്രത്യേകം വാച്ച് ചെയ്യാം. വി ഹാവ് y ഈക്വൽ ടു log x to the base e. ഇതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. y ഈക്വൽ ടു log x to the base e. നമ്മൾ ഈ ബേസ് ആയതുകൊണ്ട് ഇ എഴുതാറില്ല. y ഈക്വൽ ടു log x to the base e ആണെങ്കിൽ നമുക്കറിയാം e raised to y ഈക്വൽ ടു x. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ലോഗരിതം ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ y ഈക്വൽ ടു log x to the base e ആണെങ്കിൽ വി ഹാവ് x is equal to e raised to y. ഇനി ലോഗരിതത്തിന് നമ്മൾ ലോസ് ഉപയോഗിക്കുമ്പോൾ we have applied this formula log e to the ഏത് നമ്പറിന് ലോഗരിതം സെയിം ബേസ് വന്നാൽ ആൻസർ 1 ആണ്. അപ്പോൾ log e to the base equal to 1. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ റീകോൾ ചെയ്യണം. ഇതിവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ലോഗരിതം എടുത്ത് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. വി ആർ അപ്ലൈയിങ് log on both sides. Applying log on both sides, we get applying log on both sides. രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? log x into y equal to log e raised to x minus y. രണ്ട് സൈഡിൽ ലോഗരിതം അപ്ലൈ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ മാറ്റില്ല, log x into y പ്രൊഡക്റ്റ് ഫോമാണ് വരുന്നത്. പ്രോഡക്റ്റ് ഓഫ് ലോഗരിതം നമുക്ക് സം റൂളായിട്ട് മാറ്റി എഴുതാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ log x raised to n ഫോമാണ്. അപ്പോൾ n ഇൻറ്റു log x, എക്സ് മൈനസ് വൈ ഇൻറ്റു log e. log eയുടെ വാല്യൂ 1 ആണ്. വി ഹാവ് log e to the base equal to 1. അപ്പോൾ വി ഗോട്ട് log x, ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചു. പ്രോഡക്റ്റ് ഓഫ് ലോഗരിതം സം ഓഫ് ലോഗരിതംസ് ആണ്. log x പ്ലസ് log y ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്നായിട്ടുണ്ട്. എക്സ് മൈനസ് വൈ. ഇനി നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നു. അപ്പോൾ ഡിഫറൻഷിയേഷൻ ചെയ്തിട്ട് ഡി എഫ് ഡി എക്സ് പിടിച്ചാൽ മതി. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് ഡെറിവേറ്റീവ് കാണുന്നു. log x ഡെറിവേറ്റീവ് 1/x പ്ലസ് log y ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy by dx ആണ്. റൈറ്റ് സൈഡിൽ x ആണ്, മൈനസ് എക്സ് ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് dy by dx. അപ്പോൾ നമുക്ക് കിട്ടിയത് log x into y ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്നാണ് നമുക്ക് കിട്ടിയത്. log യുടെ വാല്യൂ 1 ആയിട്ട് പോയി. log x into y എന്ന് പറയുന്നത് സം പ്രോഡക്റ്റ് ലോഗരിതംസ് ആണ്. അതിന് സം റൂൾ ഉപയോഗിച്ചു. ലോഗരിതം ഓഫ് ഫസ്റ്റ് പ്ലസ് ലോഗരിതം ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. log x പ്ലസ് log റൈറ്റ് സൈഡ് എക്സ് മൈനസ് വൈ ആണ്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എല്ലാം ഇപ്പോൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ പറ്റും. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. log x ഡെറിവേറ്റീവ് 1/x, log y 1/y ഇൻറ്റു dy by dx, എക്സിൻ്റെ 1, വൈയുടെ dy by dx. ഇനി dy by dx ടൈംസ് ഒക്കെ കൊണ്ടുവരാം. അപ്പോൾ dy by dx യു ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. dy by dx ഇൻറ്റു 1/y പ്ലസ് 1 ഈക്വൽ ടു 1 മൈനസ് 1/x. സോ വി ഗെറ്റ് dy by dx ഇൻറ്റു 1 പ്ലസ് y ഹോൾ ഡിവൈഡ് ബൈ y. ഇവിടെ എൽ സി എടുത്തു. 1 പ്ലസ് y ഹോൾ ഡിവൈഡ് ബൈ y. റൈറ്റ് സൈഡ് എക്സ് മൈനസ് 1/x എന്നും കിട്ടി. സോ dy by dx ഈക്വൽ ടു, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് dy by dx. dy by dx ഈക്വൽ ടു എക്സ് മൈനസ് 1/x ഇൻറ്റു ഈ ടൈം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ y റെസിപ്രോക്കൽ എടുത്തു, y ബൈ 1 പ്ലസ് y. സോ dy by dx ഈക്വൽ ടു y ഇൻറ്റു എക്സ് മൈനസ് 1
by x into y plus 1 or 1 plus y. This is the answer to this question. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകത xy ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ ആണ്. നമ്മൾ ലോഗരിതം ഫംഗ്ഷണൽ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. വി ഹാവ് y ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് ഇ. അതിനാണ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഇ റേസ് ടു y ഈക്വൽ ടു എക്സ് ആയിരിക്കും. അപ്പോൾ ലോഗ് ഇ ടു ദ ബേസ് ഇ, ഏത് നമ്പറിന് സെയിം ബേസ് വന്നാൽ അതിന്റെ വാല്യൂ ലോഗ് ഇ ടു ദ ബേസ് ഈക്വൽ ടു 1. ലോഗരിതം ഓഫ് എ നമ്പർ വിത്ത് സെയിം ബേസ് ഈസ് ഓൾവേസ് 1. അപ്പോൾ ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ലോഗ് എക്സ് വൈ ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ, ലോഗ് എക്സ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു ലോഗ് ഇ 1 ആയിട്ട് പോയി. ഇനി ഇത് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തു. ഇവിടെ എക്സ് മൈനസ് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇവിടെ എക്സ് മാത്രം കണ്ടുപിടിച്ചു. എൽ സി എടുത്ത് ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ f of x equal to 1 plus x into 1 plus x square into 1 plus x raised to 4 into 1 plus x raised to 8 and hence find f dash 1. നമുക്കറിയാം y equal to f of x ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിനെയാണ് dy by dx equal to not denoted as f dash x. f dash x stands for the first order derivative of the function f of x. f of x ന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് f dash x. ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ f dash x കണ്ടുപിടിക്കാനാണ് പറയണത്. ആൻഡ് ഹെൻസ് ഫൈൻഡ് f dash 1. അപ്പോൾ f dash x കണ്ടുപിടിച്ചിട്ട് റീപ്ലേസിങ് x by 1, എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ ആൻസർ ആയി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. f dash x കണ്ടുപിടിച്ചിട്ട് നമ്മൾ എക്സിന് 1 കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നുള്ള ഫംഗ്ഷൻ എടുത്തിരുന്നു. ഗിവൺ ദാറ്റ് f of x equal to 1 plus x into 1 plus x square into 1 plus x raised to 4 into 1 plus x raised to 8. This is the question. So, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ നമുക്കിപ്പോൾ രണ്ട് ഫംഗ്ഷൻ സാധനം ഉപയോഗിക്കാം. യു വി ഉപയോഗിക്കാം, യു വി ഡബ്ല്യു യൂസ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ നിൽക്കണം. ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രണ്ടിലധികം മൂന്നിലധികം ഫംഗ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കേസിൽ മൂന്നിലധികം ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു അപ്ലൈ ലോഗരിതം. ഇങ്ങനത്തെ 4 ഫംഗ്ഷൻ, 5 ഫംഗ്ഷൻ, 6 ഫംഗ്ഷൻ, എത്ര ഫംഗ്ഷൻസ് വന്നാലും ലോഗരിതം യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. കാരണം ലോഗരിതത്തിൻ്റെ ലോസ് നമുക്ക് ഓരോ സിംഗിൾ ഫംഗ്ഷനായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലോഗ് എടുക്കാൻ പോവാണ്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എന്താ കിട്ടും? ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ log f of x equal to logarithm of the product 1 plus x on first function into 1 plus x square second function into 1 plus x raised to 4 into 1 plus x raised to 8. There are 4 functions. നമുക്ക് ലോഗരിതത്തിന്റെ product rule ഉപയോഗിക്കാം. We have log x1 into x2 into x3 into x4 വന്നു കഴിഞ്ഞാൽ we can use this formula log x1 plus log x2 plus log x3 plus log x4. എത്ര ടേംസ് വന്നാലും പ്രൊഡക്റ്റ് ആയിട്ട് എത്ര ടേംസ് വന്നാലും we can split into sum of the logarithms. അപ്പോൾ അതിവിടെ യൂസ് ചെയ്യാണ്. We have logarithm of f of x equal to logarithm of first function 1 plus x plus logarithm of second function log 1 plus x square plus logarithm of third function log 1 plus x raised to 4 plus logarithm of last function 1 plus x raised to 8. Now ഇതൊക്കെ ഇപ്പോൾ സിംഗിൾ ഫംഗ്ഷൻ ആക്കി മാറി. നമുക്ക് ഇനി ചെയിൻ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇറ്റ്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടും? നമുക്ക് ഡെറിവേറ്റീവ് കാണുമ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ചെയിൻ റൂൾ ഉപയോഗിക്കുന്നു. എഫ് ഓഫ് എക്സ് ലോഗ് എഫ് ഓഫ് എക്സ് നമുക്ക് 1 ബൈ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ലോഗ് എക്സ് ഫോം ആണ്. ഇൻറ്റു ലോഗിൻ്റെ റോള് കഴിഞ്ഞു. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ലോഗ് 1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് ആണ് പ്ലസ്
സെക്കൻഡ് ഫംഗ്ഷനിൽ log 1 plus x square ആണ് 1/1 plus x square. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇൻറ്റു 1 എഴുതിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 1/1 plus x square 1ന്റെ 0 x square ഡെറിവേറ്റീവ് 2x എന്ന് എഴുതണം, പ്ലസ് ഇവിടെ 1 plus x raised to 4 ആണ് 1/1 plus x raised to 4 ഇൻറ്റു 1ന്റെ 0 x raised to 4ന്റെ 4x ക്യൂബ് വരും, പ്ലസ് 1/1 plus x raised to 8 വരും ഇൻറ്റു x raised to 8ന്റെ 8x raised to 7. എല്ലാ ഡെറിവേറ്റീവ് നമ്മൾ എഴുതിയിട്ടുണ്ട്. Therefore f dash x ആണ് നമുക്ക് കണ്ടത്. f dash x equal f of x ഡിനോമിനേറ്റർ ആണ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി f of x ഇൻറ്റു ബ്രാക്കറ്റ് 1/1 plus x plus 2x by 1 plus x square plus 4x cube by 1 plus x raised to 4 plus 8x raised to 7 by 1 plus x raised to 8. So we have to substitute it. F dash x equal to f of x തന്നിട്ടുണ്ട്, നമുക്ക് f of x ന്റെ വാല്യൂ ഇവിടെ കൊടുക്കാം 1 plus x into 1 plus x square into 1 plus x raised to 4 into 1 plus x raised to 8 into ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ബാക്കി വരുന്നത് 1/1 plus x plus 2x by 1 plus x square plus 4x cube divided by 1 plus x raised to 4 plus finally 8x raised to 7 by 1 plus x raised to 8. നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാൻ പോകും. നമ്മൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു f of x and hence obtain f dash 1. അപ്പോൾ f dash x നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f dash 1 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് put x is equal to 1, x-ന് 1 കൊടുക്കുന്നു. അപ്പോൾ f dash 1 equal to 1 plus 1, x കാണുന്നിടത്തൊക്കെ 1 കൊടുക്കാം, ഇൻറ്റു 1 plus 1 square 1 തന്നെയാണ്, 1 plus x raised to 4 again 1 തന്നെയാണ്, 1 plus x raised to 8 again 1 ഇൻറ്റു ഇവിടെ എക്സിൽ ഡിനോമിനേറ്റർ 1 plus x ആണ്, അപ്പോൾ 1/1 plus 1 വരും. ഇവിടെ 2 into 1 by 1 plus x square again 1 plus 4 into 1 cube divided by 1 plus x raised to 4 1 തന്നെയാണ്, plus 8 into 1 by 1 plus 1 raised to 8 1 തന്നെയാണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത ആൻസറായി. സോ ഫൈനൽ ആൻസർ ഈസ് f dash 1 equal to we can add this 2 into 2 into 2 into 2. അപ്പോൾ നമുക്ക് 2 into 2 into 2 into 2 എന്ന് തന്നെ എഴുതാം, ക്യാൻസലേഷൻ പോസിബിൾ ആണ്. ഇൻറ്റു ഇവിടെ വരിക 1/2 വരും ഫസ്റ്റ് ബ്രാക്കറ്റ്, ഇവിടെ 2/2 വരും, ദാറ്റ് ഈസ് 1, പ്ലസ് അടുത്ത ടൈം വരിക 4/2 ദാറ്റ് ഈസ് 2, അടുത്തത് 8/2 ദാറ്റ് ഈസ് 4. സോ f dash 1 equal to, we can multiply this 8, 2 into 2 4, 4 into 2 8, 8 into 2 16. 16 is the value is coming here. 16 into here 1/2 plus 1 plus 2 3, 3 plus 4 7. So 16 into, take the LCM, 2 1 plus 2 into 7 14. 2 16 8 times പോവും, അപ്പോൾ 8 into 1 plus 14 15. 15 into 8 is 120. This is the answer. 15 into 80 value 120 ആണ്. So f dash 1 is got the answer 120 is the final answer. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കാരണം നമുക്ക് ലോഗരിതത്തിൻ്റെ ലോസ് നേരിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. അതിനുവേണ്ടി നമ്മൾ ലോഗരിതം ഉപയോഗിച്ചു, കാരണം 3-ലധികം ടേംസ് ഉണ്ട്. അപ്പോൾ ലോഗ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തു, സിംഗിൾ ഫംഗ്ഷനാക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു. ലോഗരിതത്തിൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാത്തിനെയും ചെയിൻ റൂൾ ഉപയോഗിച്ചു, ഫംഗ്ഷൻ റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കുന്നത് എഫ് ഡാഷ് 1 ആയിരുന്നു, എക്സിന് 1 കൊടുത്തു, അപ്പോൾ എഫ് ഡാഷ് 1 കിട്ടി. ലാസ്റ്റ് ആൻസർ 120 ഇസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് നമുക്ക് ലോസ് ഓഫ് ലോഗരിതംസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ലോഗരിതത്തിൻ്റെ വിവിധ ആപ്ലിക്കേഷനാണ്. പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ കണ്ടത്. പവറിൽ വാരിയബിൾസ്, ബേസിൽ വാരിയബിൾസ് വന്നാലും നമുക്ക് ലോഗരിതം യൂസ് ചെയ്യാം. പിന്നെ ലോഗരിതം ഓഫ് കണ്ടമാനം പ്രൊഡക്റ്റ് ആയിട്ട് 3-ലധികം ഫാക്ടേഴ്സ് 5-ലധികം ഫാക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു സിംഗിൾ ഫംഗ്ഷൻസ്. ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്
നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ലോഗരിതത്തിൻ്റെ നിയമങ്ങൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.